മാലദ്വീപിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടി പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ്. ഇതിലൂടെ മാലി ജനത ഇന്ത്യ വിരുദ്ധർ തന്നെയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. 93 അംഗസഭയിൽ 86 സീറ്റിലേക്കുള്ള ആദ്യഘട്ട ഫലമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഭൂരിപക്ഷം സീറ്റും മൊയ്സുവിന്റെ PNC നേടിയതായാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യ വിരുദ്ധവും ചൈനീസ് അനുകൂലവുമായ നിലപാടുകളുടെ വക്താവാണ് മൊയ്സു. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയും ഇന്ത്യ അനുകൂല നിലപാടുള്ളവരുമായ മാലദ്വീപ്യൻ ഡെമോക്രാറ്റിക് പാർട്ടി 15 സീറ്റുകൾ മാത്രമാണ് നിലവിൽ നേടിയിരിക്കുന്നത്. ഇന്ത്യ അനുകൂല നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന MDPയുടെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 65 സീറ്റുകൾ നേടിയിരുന്നു. കാലങ്ങളായി ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന വിദേശ നയമായിരുന്നു മാലദ്വീപ് തുടർന്നിരുന്നത്. എന്നാൽ മൊയ്സു അധികാരത്തിലെത്തിയതിനു പിന്നാലെ ഇന്ത്യ വിരുദ്ധവും ചൈനീസ് അനുകൂലവുമായ നയങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 1192 ദ്വീപുകളുടെ ശൃംഖലയാണ് മാലദ്വീപ്. വിനോദസഞ്ചാരം, രാജ്യാന്തര കപ്പൽചാലിന്റെ സാന്നിധ്യം തുടങ്ങിയ നിരവധി പ്രാധാന്യങ്ങൾ മാലദ്വീപിനുണ്ട്. ഇന്ത്യ ചൈന ഭൗമരാഷ്ട്രീയ ഭൂപടത്തിലും മാലദ്വീപിന് നിർണായക സ്ഥാനമാണുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് നേതാവായ മൊയ്സു അധികാരത്തിലെത്തിയത്. മുൻ പ്രസിഡന്റും ചൈനീസ് അനുകൂല നിലപാടുകാരനുമായ അബ്ദുള്ള യമീൻ കഴിഞ്ഞയാഴ്ചയിൽ ജയിൽ മോചിതനായിരുന്നു. അഴിമതി കേസിനെ തുടർന്നായിരുന്നു യമീൻ ജയിലിലായത്. എന്നാൽ അദ്ദേഹത്തിന്റെ 11 വർഷം തടവു ശിക്ഷ കോടതി റദ്ദാക്കിയതോടെ മോചിതനാവുകയായിരുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നതിനിടെ ഈ മാസം മൊയ്സു നിരവധി അടിസ്ഥാന സൗകര്യ വികസന കരാറുകൾ ചൈനീസ് സർക്കാർ കമ്പനികൾക്ക് നൽകിയിരുന്നു. ഏകദേശം 2,84,663 മാലദ്വീപ് പൗരന്മാരാണ് വോട്ടവകാശമുള്ളവർ. ഇതിൽ 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വോട്ടവകാശം രേഖപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. 6 പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലും സ്വതന്ത്ര പാർട്ടികളിലുമായി 93 സീറ്റുകളിലേക്ക് 368 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്.